മുഖ്യമന്ത്രിയിലേക്ക് തത്സമയം. ഇന്നത്തെ പരിശോധനാ ഫലം 10 പേർക്ക് പോസിറ്റീവാണ്, 10 പേര് നെഗറ്റീവുമാണ്. പോസിറ്റീവായവരിൽ 6 പേർ കൊല്ലത്താണ്. തിരുവനന്തപുരം, കാസർഗോഡ് 2 വീതമാണ്. ഇതിൽ കൊല്ലത്തുള്ള 5 പേര് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഒരാൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നതാണ്. തിരുവനന്തപുരത്ത് ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. കാസർഗോഡ് 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നത്. നെഗറ്റീവായവർ കണ്ണൂർ 3, കോഴിക്കോട് 3, കാസർഗോഡ് 3, പത്തനംതിട്ട 1. ഇങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ളത്. ഇതിൽ ഇന്നത്തെ രോഗബാധയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ 3 പേർ ആരോഗ്യപ്രവർത്തകരാണ്, ഒരാൾ മാധ്യമപ്രവർത്തകനുമാണ്. കാസർഗോഡ് ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരത്തെ മുതലേ ആവർത്തിച്ച് പറയുന്നതാണ്, മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടിംഗ് ഘട്ടത്തിൽ നല്ല ജാഗ്രത പാലിക്കണം എന്നുള്ളത്. അതിലൊന്നുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്, വാർത്താശേഖരണം ഇന്നത്തെ സാഹചര്യത്തിൽ അപകടരഹിതമായി നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇതുവരെ 495 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 123 പേരാണ് ചികിത്സയിലുള്ളത്. 20,673 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. 20,172 പേർ വീടുകളിലാണ്. 51 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 84 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 24,952 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. രോഗബാധയില്ല എന്നുറപ്പാക്കിയത് 23,880 എണ്ണമാണ്. ആരോഗ്യപ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹ്യ സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ, ഇത്തരത്തിലുള്ള മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് ശേഖരിച്ച 875 സാമ്പിളുകളിൽ 801 എണ്ണം നെഗറ്റീവായി റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുനഃപരിശോധനയ്ക്ക് അയച്ച ഇടുക്കിയിലെ 3 പേർ ഉൾപ്പെടെയുള്ള 25 സാമ്പിളുകളുടെ റിസൾട്ട് വന്നിട്ടില്ല. ഹോട്ട്സ്പോട്ടുകളിൽ 2 പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി. അത് ഇടുക്കിയിൽ വണ്ടിപ്പെരിയാർ, കാസർഗോഡ് അജാനൂർ. ഇപ്പോൾ സംസ്ഥാനത്ത് 102 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഇതിൽ 28 ഹോട്ട്സ്പോട്ട് കണ്ണൂർ ജില്ലയിലാണ്. ഇടുക്കിയിൽ 15 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കണ്ണൂർ ജില്ലയിൽ 47 പേർ വൈറസ് ബാധിച്ച് ചികിത്സയിലുണ്ട്. കോട്ടയം 18, കൊല്ലം 15, ഇടുക്കി 14,
കാസർഗോഡ് 13, തിരുവനന്തപുരം 2, പത്തനംതിട്ട 2, എറണാകുളം 1, പാലക്കാട് 6, മലപ്പുറം 1, കോഴിക്കോട് 5. ഇങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം. തൃശ്ശൂർ, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ ആരും വൈറസ് ബാധിച്ച് ചികിത്സയിലില്ല. സംസ്ഥാനം അസാധാരണമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ്-19 സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി സാധാരണ നിലയിൽ താങ്ങാനാവാത്തതാണ്. വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടായി, അനിവാര്യമായ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 6 ദിവസത്തെ ശമ്പളം വീതം അടുത്ത 5 മാസത്തേക്ക് വിതരണം ചെയ്യാതെ മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതിന് നിയമപ്രാബല്യം പോരാ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ ഉത്തരവിന് നിയമപ്രാബല്യം നൽകുന്നതിന് ഹൈക്കോടതി ഉത്തരവിന് അനുസൃതമായി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിമാർ, MLA-മാർ എന്നിവരുടെ അലവൻസ് അടക്കമുള്ള പ്രതിമാസ മൊത്ത ശമ്പളം ഓണറേറിയം ഇതിൻ്റെ 30% ഒരു വർഷത്തേക്ക് കുറവ് ചെയ്യാൻ 2020 ശമ്പളവും ഭത്തയും നൽകൽ ഭേദഗതി ഓർഡിനൻസ് വിളംബരം ചെയ്യാൻ ഗവർണർക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. MLA-മാർക്ക് പ്രതിമാസം ലഭിക്കുന്ന അമ്യൂണിറ്റീസ് തുകയിലും 30% കുറവ് വരുത്തും. ഇന്ന് മറ്റൊരു ഓർഡിനൻസ് കൂടി ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ്-19 സാഹചര്യത്തിൽ വാർഡ് വിഭജന ജോലികൾ പൂർത്തിയാക്കാൻ തടസ്സങ്ങളുണ്ട്. പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും അംഗങ്ങളുടെ എണ്ണം ഓരോന്ന് വീതം വർദ്ധിപ്പിക്കാൻ നേരത്തെ നാം തീരുമാനമെടുത്തതാണ്. പക്ഷേ ആ തീരുമാനം നടപ്പാക്കണമെങ്കിൽ വാർഡ് വിഭജനം നടക്കണം. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ സമയത്തിനുള്ളിൽ വാർഡ് വിഭജനം നടത്താൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ വാർഡ് വിഭജനത്തിലേക്ക് പോയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല. സമയത്ത് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനാവണം എന്നാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് നിലവിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് നിയമപ്രാബല്യം നൽകുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. കേരള പഞ്ചായത്ത് രാജ് ആക്ടിലും കേരള മുനിസിപ്പാലിറ്റി ആക്ടിലുമാണ് ഭേദഗതി വരുത്തുന്നത്. കോവിഡ് അനന്തരകാലത്തെ അതിജീവനത്തിൻ്റെ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനം കൃഷിയാണ് എന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാനത്ത് തരിശു കിടക്കുന്ന ഭൂമിയിൽ പൂർണ്ണമായി കൃഷി ഇറക്കുന്നതിനും അതിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കൃഷി വകുപ്പിൻ്റെ ബൃഹത് പദ്ധതി അടുത്ത മാസം മുതൽ നടപ്പാക്കുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തരിശുഭൂമിയാകെ കൃഷി ചെയ്യുന്ന രീതിയിൽ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ നൽകി കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുക, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരാനിടയുള്ള പ്രവാസികളെ കൂടി കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരിക എന്നിവയും കൃഷിവകുപ്പ് നേതൃത്വം നൽകുന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. കഴിഞ്ഞയാഴ്ച ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗത്തിൽ കോവിഡ്-19 ബാധയുടെ ആഘാതം മറികടന്ന് കൃഷിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതനുസരിച്ച് കൃഷിവകുപ്പ് തയ്യാറാക്കിയ കരട് പദ്ധതി ഇന്ന് ചേർന്ന സെക്രട്ടറിമാരുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും യോഗം പരിഗണിച്ചു. ചർച്ചയിൽ വന്ന നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്ത് പദ്ധതിക്ക് അവസാന രൂപം നൽകാനും നടപ്പാക്കാനുമുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കന്നുകാലി സമ്പത്തിൻ്റെ വർധന, പാലിൻ്റെയും മുട്ടയുടെയും ഉൽപ്പാദന വർധന, മത്സ്യകൃഷി അഭിവൃദ്ധിപ്പെടുത്തൽ എന്നീ ഘടകങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. പദ്ധതി നടപ്പാക്കുന്നതിന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വാർഷിക പദ്ധതിയിൽ മെയ് 15 മുൻപ് ആവശ്യമായ മാറ്റം വരുത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ വാർഷിക പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തീരാത്ത പദ്ധതികളുടെ കണക്കും ബജറ്റ് വിഹിതവും ഉൾപ്പെടുത്തി മെയ് 15 മുൻപ് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമയത്തിനകം തന്നെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പരിപാടിയും കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ബൃഹത് പദ്ധതി കണക്കിലെടുത്ത് പദ്ധതിയിൽ ആവശ്യമായ മാറ്റം വരുത്തും. ഓരോ പഞ്ചായത്തിലും തരിശു കിടക്കുന്ന ഭൂമി സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ കൃഷി ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തരിശു കിടക്കുന്ന ഭൂമി ഉടമ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പിന്തുണ സർക്കാർ നൽകും. കൃഷി ചെയ്യാൻ അവർക്ക് താൽപ്പര്യമില്ലെങ്കിൽ അവരുടെ സമ്മതത്തോടെ സ്വയം സന്നദ്ധ സംഘങ്ങളോ കുടുംബശ്രീയോ പഞ്ചായത്തിന് നേതൃത്വമുള്ള കമ്മിറ്റിയോ കൃഷി ഇറക്കും. ഇങ്ങനെ കൃഷി ഇറക്കുമ്പോൾ ഉടമകളെ കൂടി പങ്കാളികളാക്കാനും ശ്രമിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിനും കൃഷി വകുപ്പിനും പുറമെ മൃഗസംരക്ഷണം, ജലസേചനം, സഹകരണം, ഫിഷറീസ്, വ്യവസായം, പട്ടികജാതി പട്ടികവർഗക്ഷേമം ഈ വകുപ്പുകളും ഈ പദ്ധതിയിൽ വിവിധ തലത്തിൽ പങ്കാളികളാകും. എല്ലാ പ്രവർത്തനവും കൃഷി വകുപ്പ് ഏകോപിപ്പിക്കും. ആരാണോ കൃഷി നടത്തുന്നത് അവർക്ക് വായ്പയും സബ്സിഡിയും മറ്റ് പിന്തുണയും നൽകും. കൃഷി ചെയ്യുന്നവർക്ക് വായ്പ നൽകുന്നതിനാണ് സഹകരണ സംഘങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പലിശരഹിത വായ്പയോ കുറഞ്ഞ പലിശക്കുള്ള വായ്പയോ ലഭ്യമാക്കണം. പച്ചക്കറി ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ശീതീകരണ സംവിധാനത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി കൂടുതലുള്ള പ്രദേശങ്ങളിൽ ശീതീകരണി അനിവാര്യമാണ്. ശീതീകരിച്ച വാഹനങ്ങളും വേണ്ടിവരും. ഹ്രസ്വകാല ദീർഘകാല പരിപാടികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അടുത്ത ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ വിള ലഭിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഹ്രസ്വകാല പദ്ധതിയിലുള്ളത്. ഓണക്കാലവും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഇത്. ജലസേചനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കലും മെച്ചപ്പെടുത്തലും ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി വരും. ചെറിയ തോടുകളോ കൈവഴികളോ നന്നാക്കേണ്ടതുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യും. കൃഷി വകുപ്പിൻ്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 1,09,000 ഹെക്ടർ തരിശു ഭൂമിയുണ്ട്. ഇതിൽ തോട്ടഭൂമിയും പാടങ്ങളും ഉൾപ്പെടും. ഈ തരിശു ഭൂമിയിൽ മുഴുവൻ കൃഷി ഇറക്കുന്നതോടൊപ്പം 1,40,000 ഹെക്ടറിൽ ഇടവിള കൃഷി നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൃഷി വ്യാപിപ്പിക്കുകയും ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ വിപണന സാധ്യതകളൊരുക്കും. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കാർഷിക ചന്തകൾ സംഘടിപ്പിക്കും. ചന്ത സംഘടിപ്പിക്കുന്നതിന് കാർഷിക സംഘങ്ങൾക്കും കുടുംബശ്രീ പോലുള്ള ഏജൻസികൾക്കും സർക്കാർ സഹായം നൽകും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനം പരമാവധി ഉപയോഗിക്കണമെന്നും ഉദ്ദേശിക്കുന്നു. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിലേക്ക് നമുക്ക് വേണ്ടത്ര പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൂല്യവർദ്ധനവിന് ഊന്നൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വ്യവസായ വകുപ്പ് ഇതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും. ഭക്ഷ്യോൽപാദന വർധനവിനും കാർഷിക മേഖലയിൽ കുതിച്ചുചാട്ടം കൈവരിക്കുന്നതിനും ഒരു വർഷത്തിനകം 3,000 കോടി രൂപ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 1,500 കോടി രൂപ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും പദ്ധതി വിഹിതത്തിൽ നിന്ന് കണ്ടെത്തും. ബാക്കി 1,500 കോടി രൂപ നബാർഡിൽ നിന്നും സഹകരണ മേഖലയിൽ നിന്നും വായ്പയായി ലഭിക്കും. പദ്ധതി വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം യുവജന ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിസന്ധിയും സാധ്യതകളും കണക്കിലെടുത്ത് യുവജനങ്ങൾ പരമാവധി ഇതിൽ പങ്കാളികളാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലോക്ക്ഡൗൺ കാലത്ത് സംസ്ഥാനത്ത് പലയിടത്തും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്. റോഡിൽ വാഹനങ്ങളും ആളുകളും കുറഞ്ഞതിനാൽ ഇത് പിടിക്കപ്പെടുന്നില്ല. ജനങ്ങൾ സ്വന്തമായി തീരുമാനിച്ചാലേ ഈ പ്രശ്നം പരിഹരിക്കാനാകൂ. മാലിന്യങ്ങൾ അലക്ഷ്യമായി പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് വലിയ ആപത്തിന് കാരണമാകും. പ്രത്യേകിച്ചും വേനൽ മഴ കൂടി പെയ്യുന്ന ഘട്ടത്തിൽ. പൊതുവായ ജാഗ്രതയോടൊപ്പം തന്നെ തെറ്റായ നടപടികൾ കണ്ടാൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാനും ആളുകൾ തയ്യാറാകണം. മാലിന്യ സംസ്കരണ കാര്യത്തിൽ കൃത്യമായ സംവിധാനം പ്രാദേശിക തലത്തിൽ ഒരുക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ജാഗ്രത ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. പലതരം പനികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അവയുടെ വ്യാപനം ഈ ഘട്ടത്തിൽ വന്നാൽ അത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് തന്നെ
പരിസര ശുചീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, ഇത് ഒഴിച്ചുകൂടാനാകാത്ത കടമയായി ജനങ്ങൾ ഏറ്റെടുക്കണം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, ചില സമരപരിപാടികൾ ഇടവേളയ്ക്ക് ശേഷം സജീവമാകുന്നതാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. സാധാരണ നിലക്ക് അതിനെ ആരും ചോദ്യം ചെയ്യുകയുമില്ല. പക്ഷേ നാം ഇപ്പോൾ ജീവിക്കുന്നൊരു സാഹചര്യം, ഈ കോവിഡ്-19 രോഗത്തിൻ്റെ പശ്ചാത്തലം, ഇതെല്ലാവരും ഓർക്കണം. നമ്മൾ ദൈനംദിന ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരുന്നൊരു ഘട്ടമാണിത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഒഴിവാക്കാനാവുന്ന സമരങ്ങളും ബഹളവുമൊക്കെ ഒഴിവാക്കുക തന്നെ വേണം. ഇതിൽ സമരം ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന സമരങ്ങൾ താൽക്കാലികമായെങ്കിലും ഒഴിവാക്കണം. ചില സ്ഥലങ്ങളിൽ ഇരച്ചു കയറ്റവും മറ്റും കാണുന്നുണ്ട്. പോലീസുകാർക്ക് സമരക്കാരുമായി ശാരീരികമായി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. വാർത്താ സമ്മേളനങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരുടെ പേരുകൾ പരാമർശിക്കാറുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകിയ സാധാരണ മനുഷ്യരെ അഭിനന്ദിച്ച് ഇന്ന് മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന ആ വാക്കുകൾക്ക് നന്ദി പറയുന്നു. അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം ആവർത്തിച്ച് ഉറപ്പുവരുത്തണം. ഇത് മിക്കവാറും ദിവസങ്ങളിൽ പറയുന്നത് ഇതിൽ നിതാന്ത ജാഗ്രത ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്, ഒരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. വ്യാജ വാർത്തകൾക്കെതിരായ ഇടപെടൽ ശക്തിപ്പെടുത്തുകയാണ്. ഓരോ വാർത്തയുടെയും യാഥാർത്ഥ്യം പരിശോധിച്ച് ജനങ്ങളോട് പറയാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ സഹായവും തേടിയിട്ടുണ്ട്. പക്ഷേ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അറുതിയില്ല എന്ന സ്ഥിതിയാണ് ഉള്ളത്. കോവിഡ്-19 കേരളത്തിൽ സാമൂഹ്യ വ്യാപനത്തിലെത്തി എന്ന മട്ടിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും പ്രചാരണം നടത്തുന്നുണ്ട്. ചാത്തന്നൂരിൽ വലിയ തോതിൽ രോഗം പടരുന്നു എന്ന പ്രചാരണം ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അത്തരമൊരവസ്ഥ നിലനിൽക്കുന്നില്ല. കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് അനിയന്ത്രിതമായ ഒന്നും സംഭവിക്കുന്നുമില്ല. എന്നിട്ടും ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്ന പ്രചരണമുണ്ടാകുന്നത് അനുവദിക്കാനാവാത്ത ദുഷ്പ്രവണതയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരം പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. മറ്റു മാധ്യമങ്ങളും അബദ്ധത്തിൽ പോലും
വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പൊടുന്നനെയുള്ള ആഘാതമായിട്ടാണ് കോവിഡ്-19 മാറിയത്. ഈ സ്തംഭനം എങ്ങനെ മറികടക്കാം എന്ന ആലോചന വിവിധ തലങ്ങളിൽ നടക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായ ഒരിടപെടൽ എയ്ഡഡ് കോളേജ് മേഖലയിലെ അധ്യാപക സംഘടനയായ AKPCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലായി ലോക്ക്ഡൗൺ കാരണം പാതി വഴിക്ക് നിലച്ച മുഴുവൻ കോഴ്സുകളും ഓൺലൈനായി വിദ്യാർത്ഥികളിലേക്ക് അവർ എത്തിക്കുകയാണ്. ഈ 4 സർവകലാശാലകളിലായി 205 കോഴ്സുകൾ 1,00,000-ൽ പരം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലേൺ ഇൻ ലോക്ക്ഡൗൺ എന്ന പരിപാടി അവർ നടപ്പാക്കുകയാണ്. 1000-ൽ പരം അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അഭിപ്രായങ്ങൾ പറയാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഉള്ള അവസരങ്ങൾ ഈ ക്ലാസ്സുകളുടെ ഭാഗമായി ലഭിക്കുന്നുമുണ്ട്. AKPCTയെ കാണിച്ച ഈ മാതൃകയെ അഭിനന്ദിക്കുന്നു. ലോക്ക്ഡൗൺ കാരണം സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹനങ്ങളുടെ ഏപ്രിൽ 1 അടക്കേണ്ട ത്രൈമാസ നികുതി അടക്കുന്നതിന് ജൂൺ 15 വരെ സാവകാശം നൽകും. സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ, ഓട്ടോ, ടാക്സി, ചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഇക്കൊല്ലം ഫെബ്രുവരി 1-നും ജൂൺ 30-നുമിടയിൽ കാലാവധി അവസാനിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ എന്നിവയ്ക്കും എല്ലാവിധ പെർമിറ്റുകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള രേഖകൾക്കും ജൂൺ 30 വരെ സാധുതയുണ്ടാകും. സംസ്ഥാനത്ത് സർവീസ് പെൻഷൻ വിതരണം മെയ് 4 മുതൽ 8 വരെയാണ് നടത്തുക. ഇതിനായി ട്രഷറികളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ വെച്ച് വ്യത്യസ്ത സമയം നിശ്ചയിച്ചാണ് പെൻഷൻ വിതരണം നടത്തുക. ഒരു സമയം കൗണ്ടറുകൾക്ക് മുൻപിൽ പരമാവധി 5 പേരെ മാത്രമേ അനുവദിക്കൂ. നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാൽ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കാവശ്യമായ മാസ്ക് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, NSS വളണ്ടിയർമാരുടെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിലാണ് മാസ്കുകൾ തയ്യാറാക്കുന്നത്. മാസ്കുകൾ ഉപയോഗിക്കുന്നത് കൂടി വരുന്നുണ്ട്. എന്നാൽ പൊതുസ്ഥലങ്ങളിലെല്ലാം മാസ്ക് ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കേണ്ടതായിട്ടുണ്ട്. മാസ്ക് മുഖം മറക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടവലോ തോർത്തോ ഷാളോ എന്തുകൊണ്ടും മുഖം മറച്ചുള്ള നിലപാടുകൾ എടുക്കാവുന്നതാണ്. ബ്രേക്ക് ദ ചെയിൻ 2ാം ഘട്ടം നാം തുടങ്ങുകയാണ്. തുപ്പല്ലേ തോറ്റുപോകും എന്ന ശീർഷകത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ
ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക, മാസ്ക് ഉപയോഗിച്ച് മുഖം മറക്കുക, ശാരീരിക അകലം പാലിക്കുക, മാസ്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക, യാത്രകൾ പരമാവധി ഒഴിവാക്കുക, വയോധികരും കുട്ടികളും ഗർഭിണികളും രോഗികളും വീട് വിട്ട് പുറത്തിറങ്ങാതിരിക്കുക, കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ ഭാഗങ്ങൾ തൊടാതിരിക്കുക, പൊതു ഇടങ്ങളിൽ തുപ്പാതിരിക്കുക, പോഷകാഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ആരോഗ്യം നിലനിർത്തുക, ചുമക്കുമ്പോൾ തൂവാല ഉപയോഗിച്ച് മൂക്കും വായും അടച്ചു പിടിക്കുക. ഇതെല്ലാമാണ് ഈ ക്യാമ്പയിനിൽ ഊന്നൽ നൽകുന്നത്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുള്ളവരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾക്ക് സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതിനായി നോർക്ക ഏർപ്പെടുത്തിയ രജിസ്ട്രേഷൻ സംവിധാനത്തിൽ ഇന്നുവരെ 3,20,463 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ തൊഴിൽ താമസ വിസയിലെത്തിയ 2,23,624 പേരും സന്ദർശന വിസയിലുള്ള 57,436 പേരും ആശ്രിത വിസയിൽ 20,219 പേരും വിദ്യാർത്ഥികൾ 7,276 പേരും ട്രാൻസിറ്റ് 691 പേരും മറ്റുള്ളവർ 11,327 പേരുമാണ്. തിരിച്ചു വരാനുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവർ 56,114 വാർഷികാവധി കാരണം വരാൻ ആഗ്രഹിക്കുന്നവർ 58,823. വിസ സന്ദർശന വിസ കാലാവധി കഴിഞ്ഞവർ 41,236. വിസ കാലാവധി കഴിഞ്ഞവരും റദ്ദാക്കപ്പെട്ടവരും 23,975. ലോക്ക്ഡൗൺ കാരണം നാട്ടിലേക്ക് മടങ്ങുന്ന കുട്ടികൾ 9,561. മുതിർന്ന പൗരന്മാർ 10,007. ഗർഭിണികൾ 9,515. പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ 2,448. ജയിൽ മോചിതർ 748. മറ്റുള്ളവർ 1,08,520. ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ്റെ വിവരങ്ങൾ. ദുരിതാശ്വാസ നിധിയുടെ കണക്കുകളാകെ പറയൽ വിഷമാണല്ലോ എന്ന് ഇന്നലെ ഞാൻ പരാമർശിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പല അഭിപ്രായങ്ങളും വരികയുണ്ടായി. അതങ്ങനെ നിർത്തിക്കളയരുത്. ഇത് നമ്മുടെ ആളുകൾക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ളൊരു ഊർജ്ജമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നു. അതുകൂടി മാനിച്ച് ചിലതുകൂടി പറയുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നുണ്ട്. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം ഇന്നലെ പറഞ്ഞപ്പോൾ ആദ്യ ഗഡു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ചിലർ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചിരി അവർ വീണ്ടും തരുമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എന്ന് അന്നേരം തന്നെ കണക്കാക്കിയിരുന്നു. ഏതായാലും അവർ ബാക്കി 75 ലക്ഷം രൂപ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളത്തുകയായ 27,99,831 രൂപയും അതോടൊപ്പം കൈമാറിയിട്ടുണ്ട്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ സഹകരണ സൊസൈറ്റികൾ ചേർന്ന് 96 ലക്ഷം രൂപ. പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്ക് 50 ലക്ഷം രൂപ. മയ്യിൽ സർവീസ് സഹകരണ ബാങ്ക് 25,15,500 രൂപ. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ജീവനക്കാർ അവരുടെ ഒരു ദിവസത്തെ ശമ്പളത്തുക ചേർത്ത് 29,53,000 രൂപ.
ഇടുക്കി ജില്ലയിലെ പഞ്ചായത്തുകളും സഹകരണ സംഘങ്ങളും ചേർന്ന് 53,32,576 രൂപ. അങ്ങനെ നോക്കിയാൽ ഇതുവരെ ഇടുക്കിയിൽ നിന്ന് ലഭിച്ച തുക 2,82,54,040 രൂപയാണ്. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ 36,56,560 രൂപ. തലശ്ശേരി റൂറൽ സഹകരണ ബാങ്ക് 30,20,073 രൂപ. അതും പേരൂർക്കടയെപ്പറ്റി പറഞ്ഞ പോലെയുള്ളൊരു ഭാഗമാണ്. അതും ചിലപ്പോൾ ആദ്യ ഗഡുവായിരിക്കും. ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് 25,49,990 രൂപ. നിറ പദ്ധതിയുടെ ഭാഗമായി ആലത്തൂരിലെ നെൽകർഷകരിൽ നിന്ന് സമാഹരിച്ച നെല്ല് വിറ്റിട്ട് കിട്ടിയ 25 ലക്ഷം രൂപ ആദ്യ ഗഡുവായി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കേരള ബിഷപ്പ് കൗൺസിൽ ഓഫ് ചർച്ചസ് ചെയർമാൻ ബിഷപ്പ് ഉമ്മൻ ജോർജ് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ ശമ്പളമായ 40,175 രൂപ. പോസ്റ്റൽ ടെലികോം BSNL എംപ്ലോയീസ് സൊസൈറ്റി 25 ലക്ഷം രൂപ. കോട്ടക്കൽ സുപ്രീം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 20 ലക്ഷം രൂപ. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് 25 ലക്ഷം രൂപ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ചീഫ് വിൻസൻ എം പോൾ മറ്റ് 4 കമ്മീഷണർമാർ തങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം 13,29,653 രൂപ. കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് 23,72,075 രൂപ. പൊന്ന്യം സർവീസ് സഹകരണ ബാങ്ക് 14,60,000 രൂപ. വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്ക് 11,76,001 രൂപ. ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എംപ്ലോയീസ് ഒരു മാസത്തെ ശമ്പളം ചേർത്ത് 15,93,000 രൂപ. തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്ക് 10,70,047 രൂപ. കേരള ഡെൻ്റൽ കൗൺസിൽ 10 ലക്ഷം രൂപ. ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ. പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. പെരിഞ്ഞനം പഞ്ചായത്ത് 5 ലക്ഷം. രാമചന്ദ്രൻ സിംഗപ്പൂർ 1 ലക്ഷം. തിരുവനന്തപുരം ആനയറ കടകംപള്ളി ക്ഷേത്രം 1 ലക്ഷം രൂപ. IT ജീവനക്കാരുടെ ക്ഷേമസംഘടന പ്രതിധ്വനി 1 ലക്ഷം രൂപ. ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. വിജയകുമാരൻ നായർ ഒരു മാസത്തെ ശമ്പളമടക്കം 1 ലക്ഷം രൂപ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത കണ്ണൂരിലെ ഡോക്ടർ PV മോഹനും ക്ഷീരവികസന വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ഭാര്യ രാജശ്രീയും ചേർന്ന് 2 സ്വർണ്ണ പതക്കങ്ങൾ